തിരുവനന്തപുരത്ത് കരടിയുടെ ആക്രമണം. തിരുവനന്തപുരം വിതുര ബോണക്കാട് കരടിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബോണക്കാട് കാറ്റാടിമുക്ക് സ്വദേശി ലാലയ്ക്കാണ് പരിക്കേറ്റത്. ലൈനിലെ ലാലയാണ് ഇന്ന് പുലർച്ചെ 2 കരടികൾ ആക്രമിച്ചത്. 4 മണിയോടെയായിരുന്നു സംഭവം. ഇന്ന് വെളുപ്പിന് വീടിന് പുറത്തിറങ്ങിയപ്പോൾ 2 കരടികളാണ് ലാലയെ ആക്രമിച്ചത്. ലാലയെ അടിച്ചു നിലത്തിട്ട ശേഷം ഇടതുകാലിന്റെ മുട്ടിലും വലത് കൈയുടെ മുട്ടിലുമാണ് കടിച്ച് പരിക്കേൽപ്പിച്ചത്. നിലവിളി കേട്ട വീട്ടുകാർ അയൽക്കാരും ഓടിയെത്തിയപ്പോഴേക്കും കരടി ഓടി രക്ഷപ്പെട്ടു. കടിയേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോണക്കാട് എസ്റ്റേറ്റിൽ മാങ്ങയും ചക്കയും സുലഭമായതിനാലാണ് ജനവാസ മേഖലയിലേക്ക് കരടിയെത്തുന്നത്. പരിക്കേറ്റ ലാലയെ ആദ്യം വിതുര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനവാസ മേഖലയിൽ കരടിയെത്തിയത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിയെ കോളേജിൽ കയറ്റിയില്ല. സെക്യൂരിറ്റിയെ കുത്തിക്കൊന്നു. കോളേജിൽ പട്ടാപ്പകൽ വിദ്യാർത്ഥി സെക്യൂരിറ്റിയെ ജീവനക്കാരനെ കുത്തിക്കൊന്നു. പശ്ചിമബംഗാൾ സ്വദേശി ജയ്കിഷോർ റോയ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് മരിച്ചത്. അസം സ്വദേശി ഭാർഗവ് ജ്യോതി ബർമൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചെത്തിയ വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കയറ്റാത്തതിനാലാണ് അരുങ്കുല നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരു കെമ്പൂരിയിലെ സിന്ധി കോളേജിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. മേയാൻ പോയ പശുക്കൾ ചത്ത നിലയിൽ. കിഴക്കഞ്ചേരിയിൽ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. പാട്ടങ്കോട് അശോകന്റെ വീട്ടിലെ 4 പശുക്കളാണ് ചത്തത്. ഒരു പശു അവശ നിലയിലാണ്. ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് വിവരം. പുറത്തു മേയാൻ വിട്ട പശുക്കൾ തിരിച്ചെത്തിയപ്പോഴാണ് ചത്തു തുടങ്ങിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും പാർട്ടി സജ്ജമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഇരുമുന്നണികൾക്കും എതിരായ ശക്തമായ അടിയൊഴുക്കാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വിജയിക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തും. LDFനും UDFനും വോട്ട് കുറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം BJPക്കാണ് കിട്ടിയത്. UDFന് ഇതിന്റെ ആനുകൂല്യം കിട്ടിയില്ലെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരിയായിരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. മാത്തൂരും പിരിയാരും UDFും കണ്ണാടി പഞ്ചായത്ത് CPMുമാണ് ഭരിക്കുന്നത്. ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസൻ VD സതീശൻ. മറുപടിയുമായി മുഖ്യമന്ത്രി. മഹാരാജാവാണെന്ന തോന്നൽ തനിക്കില്ലെന്നും താൻ എന്നും ജനങ്ങളുടെ ദാസനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. SFI പ്രവർത്തകരെ വിമർശിച്ച് സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ക്രിമിനലുകളെ ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും താൻ മഹാരാജാവ് എന്നൊരു തോന്നൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായേക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്.